കണ്ടില്ലേ, എൻ്റെ പുതിയ ചുരിദാറാണ്. ഈ ചുരിദാറിനൊരു സ്പെഷ്യൽ ഉണ്ട്. എൻ്റെ ഉമ്മയുടെ ഫർദയാണ് കേട്ടോ. എൻ്റെ ഉമ്മയുടെ പഴയ നൈറ്റി, ഇതുപോലുള്ള പഴയ സാധനങ്ങളൊക്കെ എനിക്ക് റിപ്പയർ ചെയ്തിടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞുനാൾ മുതലേ ഞാൻ എൻ്റെ ഉമ്മയുടെ പഴയ നൈറ്റീസൊക്കെ കൊണ്ടുപോയാണ് ഞാൻ ഇടാറുള്ളത്. എല്ലാ പെൺമക്കളും അങ്ങനെയാണോ എന്ന് അറിയത്തില്ല. എന്നാൽ ചെറിയ അളവിൽ എന്നെപ്പോലുള്ള പെൺമക്കളും ഉണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. നമുക്കിനി എത്ര ഉണ്ടെങ്കിലും കൂടുതലും നമ്മുടെ ഉമ്മമാരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണമെന്ന് ഭയങ്കര ഒരു ഇതാണ്. എനിക്ക് അന്നും അതെ ഇന്നും അതെ. കല്യാണത്തിന് ഞാൻ എന്ന് നൈറ്റി ഇട്ട് തുടങ്ങിയോ അന്ന് മുതൽ ഞാൻ എൻ്റെ ഉമ്മയുടെ പഴയ നൈറ്റിയാണ് ഞാൻ ഇടുന്നത്. അതിപ്പോഴും അതെ, മാറ്റമൊന്നുമില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ചോദിച്ച് വാങ്ങിച്ചിടാറുണ്ട്. അപ്പം ഇത് എൻ്റെ ഉമ്മയുടെ പഴയ ഫർദയാണ് കേട്ടോ. ഉമ്മ ഇങ്ങനെ ഉപയോഗിക്കാതെ വെച്ചെന്ന് കണ്ടപ്പോൾ എനിക്ക് തരുമെന്ന് ചോദിച്ചു. അങ്ങനെ ഉമ്മ തന്നതാണ്. അപ്പം ഞാൻ റിപ്പയർ ചെയ്തെടുത്തപ്പോൾ അടിപൊളി ഒരു ടോപ്പായി മാറിയിട്ടുണ്ട്. സൂപ്പർ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല കളറും എല്ലാം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ പെൺമക്കളെ നമ്മൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ വിദ്യാഭ്യാസം കൊടുത്ത് അവരെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് മാത്രം ഇരിക്കാണ്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ഒരു പരുവാകുമ്പോൾ തന്നെ നമ്മൾ ചെയ്യിപ്പിക്കണം. സ്വന്തമായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കണം. അതുപോലെ തന്നെ കുറച്ച് പാചകമൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. കാരണം നമ്മൾ മാതാപിതാക്കൾ എപ്പോഴും കൂടെ ഉണ്ടെന്നുള്ള തോന്നൽ അവർക്ക് ഉണ്ടാവാൻ പാടില്ല. കാരണം എപ്പോഴാണ് മാതാപിതാക്കൾ ഒന്ന് മരണപ്പെടുകയോ അല്ലെങ്കിൽ അവരിൽ നിന്ന് വിട്ടുമാറി നിൽക്കുകയോ ചെയ്യണമെന്നൊരവസ്ഥ ഒക്കെ വരുമ്പോൾ അവർ സ്വന്തമായിട്ട് ഇതൊക്കെ ചെയ്യണമല്ലോ. പിന്നെ വേണ്ടുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റിച്ചിങ് എൻ്റെ കുഞ്ഞുപ്രായത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം ഞാനിങ്ങനെ ചുമ്മാതൊക്കെ ഇങ്ങനെ വെട്ടിത്തച്ച് ഇങ്ങനെ മിഷൻ ഇല്ലായിരുന്ന സമയത്ത് ഇങ്ങനെ അന്ന് എത്ര 8 9 ഒക്കെ പഠിക്കുമ്പം ചുമ്മാ ഇങ്ങനെ കത്രി കൊണ്ട് വെട്ടി ഇങ്ങനെ കൈ സൂചി കൊണ്ടിട്ട് ഇങ്ങനെ റിപ്പയർ ചെയ്യണം. അന്ന് മുതൽ എനിക്ക് ക്രൈസ് ഉണ്ട്. അപ്പം ഞാൻ വലുതായതിനു ശേഷമായാലും എൻ്റെ ഇതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്താണ്. എൻ്റെ ആവശ്യത്തിന് ഞാൻ പുറത്തൊരു 10 പൈസ കൊടുത്ത് ഞാൻ ചെയ്യിക്കാറില്ല. ഇതുപോലെ സ്റ്റിച്ചിങ് എല്ലാം പറ്റുന്ന വിധമൊക്കെ ഞാൻ ചെയ്തിടും. പിന്നെ പഠിക്കാൻ പോയി, പക്ഷേ അതൊരു പ്രൊഫഷണലാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കഴിവ് എനിക്കില്ലാത്തത് കാരണം എൻ്റേതായിട്ടുള്ള ആവശ്യത്തിന്. കാരണം ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് അടിക്കണമെങ്കിൽ അറിയാലോ നിങ്ങൾക്ക് 50 രൂപ കുറഞ്ഞ് ആരും ചെയ്യത്തില്ല. എല്ലാവർക്കും 50 രൂപയാണ് ജസ്റ്റ് ഒന്ന് ഷേപ്പ് അടിച്ച് തരുന്നതിന് പോലും. പിന്നെ നമ്മൾ ഈ 2 വീലർ ഓടിക്കാനുള്ള ആ ഒരു കോൺഫിഡൻസ് എങ്കിലും നമ്മുടെ മക്കളിൽ നമ്മൾ വളർത്തിയെടുക്കണം. ഇപ്പോൾ എല്ലാ കാര്യത്തിനും നമ്മൾ വണ്ടി വിളിക്കാനോ അല്ലെങ്കിൽ ബസ് കയറി ഇറങ്ങാനോ ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അത്യാവശ്യം 2 വീലറൊക്കെ എടുക്കാനുള്ള സാമ്പത്തികമുള്ള വീട്ടിലെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനുള്ളൊരു കോൺഫിഡൻസ് ലെവൽ നമ്മുടെ പെൺമക്കൾ നമ്മൾ വളർത്തിയെടുക്കണം. ഇപ്പോൾ എനിക്കറിയാവുന്ന കുറേ പേരുണ്ട്, നല്ല കഴിവും നല്ല സാമ്പത്തികം ഉള്ളിടത്താണ് പോലും ഈ പിള്ളേർക്ക് 2 വീലർ പോലും ഓടിക്കാൻ ആ ഒരു മനസ്സിനുള്ള ഒരു പേടി. അത് നമ്മൾ കുഞ്ഞിലെ നമ്മുടെ വീട്ടിൽ നിന്നാണ് നമുക്ക് ആ ഒരു ഇത്